കണ്ട കാറ്റയോണിക് കുവാർഗം എന്ന് പറയുന്ന ഇത് നമുക്ക് ഷാമ്പൂവിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ എന്തുണ്ടാവും, നമ്മൾ വേറെ പല ഗമ്മുകളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കിടക്കും, അത് മിക്സ് ആവില്ല. ഇനി അടുത്തത് കണ്ടോ, ഇതും എഴുതിയിരിക്കുന്ന കണ്ടോ നിങ്ങൾ, നാച്ചുറൽ മൈൽഡ് നോൺ അയോണിക് സർഫക്റ്റൻറ്റ് ഡിസൈൽ ഗ്ലൂക്കോസൈഡ്. ഇത് കൊക്കോ ഗ്ലൂക്കോസൈഡ് ആണ് ഒരു പരിധി വരെ എല്ലാവരും യൂസ് ചെയ്യുന്നത്. അതൊന്നും കൂടി കോസ്റ്റ് കുറവാണ്. ഇത് ഡെസൈൽ ഗ്ലൂക്കോസൈഡ് സെയിം പോലെ തന്നെ, ലിക്വിഡ് പോലെ തന്നെ ഇതുപോലെ ഇരിക്കും. കണ്ടോ, ഇതും നോൺ അയോണിക് ആണ്. ഇതും നമുക്ക് മെയിൻ സർഫക്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പക്ഷെ നമ്മൾ കോസ്റ്റ് ഇഫക്റ്റീവായിട്ട് നമുക്ക് നേരത്തെ കാണിച്ച കൊക്കോ ഗ്ലൂക്കോസൈഡ് തന്നെയാണ് നല്ലത്. പിന്നെ നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഹാഫ് ഉപയോഗിച്ചിട്ട് ഇതും ഹാഫ് ഉപയോഗിച്ച് പിന്നെ ഇത് മൂന്നും കൂടി, അതായത് ക്യാബ് ഇല്ലാതെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ക്യാബ് എപ്പോഴും യൂസ് ചെയ്യണം, അതാണ് നല്ലത്. ക്യാബും ഇത് മൂന്നും കൂടി ഹാഫ്, ഇത് രണ്ട് അതായത് മെയിൻ സർഫക്റ്റൻറ്റ് ഇത് രണ്ടും എടുത്തിട്ട് പിന്നെ ഇതും കുറച്ചും കൂടി ഉപയോഗിച്ചിട്ട് നമുക്ക് അങ്ങനെയും ചെയ്യാം. ഇനി വേറെ ഒരെണ്ണം ലൊറൈൽ ഗ്ലൂക്കോസൈഡ്. ഇതും നാച്ചുറൽ നോൺ അയോണിക് സർഫക്റ്റൻറ്റ്. ഇത് കുറച്ച് കട്ടിയുള്ള ടൈപ്പാണ് ഈ സർഫക്റ്റൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മെയിനായിട്ട് ഇപ്പോൾ നമുക്ക് ഗമ്മൊന്നും ഉപയോഗിച്ച് നമുക്ക് കണ്ടോ ഇതിൻ്റെ ഇത്രയും കട്ടിയുണ്ട്. ഗമ്മൊന്നും ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യേണ്ടെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സർഫക്റ്റൻ്റ് വേണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. കട്ടിയുള്ളത് കൊണ്ട് തന്നെ കുറച്ച് കട്ടി അതിന് ഉണ്ടാവും. പക്ഷേ ഇതും ഈ പറഞ്ഞ മാതിരി കുറച്ച് കോസ്റ്റ്ലി ആയതുകൊണ്ട് നമുക്ക് അത്ര കോസ്റ്റ് ഇഫക്റ്റീവ് അല്ല.